എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. ഇതാണ് പീച്ച് എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളയണം, നന്നായിട്ട് കഴുകിയെടുക്കണം, തൊലി കളയണം. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷെ നല്ല ഒരു പുളിയും കുറച്ച് മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, അപ്പോൾ പീച്ച് ഫ്രൂട്ടിനെ കൊണ്ട് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. മിൽക്ക് ഷേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പാല്, കട്ടിപ്പാലെടുത്തിന്. ഞാൻ ഇതിന് മുന്നേ തണുത്തൊരു ലെമൺ ജ്യൂസ് കുടിച്ചിട്ട് കുറേ നാൾ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി എന്താണെന്ന് അറിയില്ല, എന്തായാലും അടിച്ച് കുടിക്കാണ്ട് തീരുമാനിച്ചു. ഇനി ഇതിലേക്ക് ഇടുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി തുടങ്ങാം. മിക്സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് പിടിച്ചിട്ട് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുള്ളിപ്പോവും, മേലോട്ട് തുള്ളിപ്പോവും. ഇതിപ്പോൾ നമുക്കായിട്ട് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളല്ലാതെ 1-2 ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഇളക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഞാൻ ഈ പീച്ച് ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിന് മുന്നേ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് കുറേയേറെ പുളിയും കുറച്ച് മധുരവും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണെന്നാണ് പറയുന്നത്. പീച്ചിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പീച്ച്. അതുപോലെ തന്നെ ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് പീച്ച്. ഇത് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് ഏറെ സഹായിക്കും. ദഹനം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പിന്നെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഇപ്പം ഡയറ്റ് എടുക്കുന്നവർക്ക് പീച്ചിൻ്റെ ഫ്രൂട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പോഷക സമ്പന്നമായ പീച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഞാൻ മറ്റേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പീച്ച് എന്ന ഫ്രൂട്ട് വളരെയേറെ നല്ലതാണ്. ഈ രക്തത്തിലേക്ക് പഞ്ചസാര എത്തുന്നതിൻ്റെ തോത് കുറക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തനം കുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പീച്ച്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പീച്ചിൽ. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പീച്ച്. ഈ വിറ്റാമിൻ ഇയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഗുണകരമായ ഒരു ഫ്രൂട്ടാണ് പീച്ച്. ഈ പീച്ച് മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സും നല്ല തന്നെയാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 1-ൽ കൂടുതൽ ഫ്രൂട്ട് കഴിക്കണമെന്നാണ് ആരോഗ്യ സംഘടനയിലെ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ കിട്ടുന്നത് പോലെ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിറ്റാമിൻ്റെ കലവറയായ പീച്ച് മിൽക്ക് ഷേക്ക് ഞാനിവിടെ കുടിക്കാണ്ട് പോകുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരം, ഇപ്പം ഞാൻ ഇട്ട മധുരമുണ്ട്, പിന്നെ കൂടാതെ ചെറിയൊരു മധുരം മാത്രമാണ്. പുളിയാണ് കൂടുതലുള്ളത്. അത് ചിലപ്പോൾ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കും. വിറ്റാമിൻ സിൻ്റെ രുചി എന്ന് പറയുന്നത് പുളി തന്നെയാണ്. അറിയില്ലേ, നമ്മളെ ലെമണിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് കലവറയാണെന്ന് പറയും അല്ലേ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ടുണ്ട്. ഏട്ടൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പല ടേസ്റ്റുകളിലുള്ള പല ആകൃതിയിലുള്ള ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരാറുണ്ട്. എല്ലാം നന്നായിട്ട് ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ എപ്പോഴും പറയും പോലെ ഒരു ദിവസം 1-ൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കണം, അതാണ് ആരോഗ്യ സംഘടനയൊക്കെ പറയുന്നത്. പിന്നെ എന്താ പറയുക, മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതൊരു എല്ലാവർക്കും ബൈ.